സർവീസ് തുടങ്ങിയാൽ യാത്രക്കാർക്കും റെയിൽവേക്കും ഒരുപോലെ ഗുണം ലഭിക്കുന്ന തരത്തിലാകും കേരളത്തിന്റെ 4ാമത്തെ വന്ദേ ഭാരത്. സർവീസ് തുടങ്ങിയാൽ യാത്രക്കാർക്കും റെയിൽവേക്കും ഒരുപോലെ ഗുണം ലഭിക്കുന്ന തരത്തിലാകും കേരളത്തിന്റെ 4ാമത്തെ വന്ദേ ഭാരത്. പ്രതീക്ഷകൾ സജീവമാക്കി ഗോവ മംഗളൂരു വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടാൻ സാധ്യതകൾ ഏറുകയാണ്. ഗോവ വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതോടെയാണ് 4ാം വന്ദേ ഭാരത് ചർച്ചകൾ സജീവമായിരിക്കുന്നത്. നിലവിൽ യാത്രക്കാരുടെ കുറവ് മൂലം പ്രതിസന്ധിയിലായ മംഗളൂരു ഗോവ വന്ദേ ഭാരതിന് പുതുജീവനേകുന്ന നീക്കമാകും സർവീസ് നീട്ടുക എന്നത്. നേരത്തെ തന്നെ ഗോവ വന്ദേ ഭാരത് കോഴിക്കോടേക്ക് നീട്ടാൻ റെയിൽവേ പദ്ധതിയിട്ടു. ഇത് സംബന്ധിച്ച് രാജ്യസഭാ എംപി PT ഉഷയ്ക്ക് അറിയിപ്പും ലഭിച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് തന്നെ തീരുമാനം നീണ്ടുപോവുകയാണ് ഉണ്ടായത്. ട്രെയിൻ മംഗളൂരിൽ നിന്ന് കോഴിക്കോടേക്ക് നീട്ടുന്നതിനെതിരെ മംഗളൂരിലെ പ്രാദേശിക BJP നേതൃത്വം രംഗത്തെത്തിയതും ഇതിന് തടസ്സമായി മാറി. സുരേഷ് ഗോപി MP തന്നെ ട്രെയിൻ നീട്ടണമെന്ന ആവശ്യവുമായി എത്തിയത് വഴി BJPക്കുള്ളിലെ എതിർപ്പിനെ മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നീക്കം നിർണായകമായേക്കും. കേരളത്തിലൂടെ നിലവിൽ സർവീസ് നടത്തുന്ന 3 വന്ദേ ഭാരതുകളും മികച്ച ഓക്യുപ്പൻസി റേറ്റോടെയാണ് കുതിച്ചു പോകുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലേക്ക് 4ാമത്തെ വന്ദേ ഭാരത് നീട്ടുന്നതിൽ റെയിൽവേ ബോർഡിന് കൂടുതൽ ആലോചിക്കേണ്ടി വരില്ല എന്നത് ഉറപ്പാണ്. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതും തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതും 150% ഓക്യുപ്പൻസിയോടെ സർവീസ് നടത്തുകയും മികച്ച വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മംഗളൂരു ഗോവ വന്ദേ ഭാരത് പകുതിയോളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ കോഴിക്കോടേക്ക് സർവീസ് നീട്ടിയാൽ ഈ ട്രെയിനും ലാഭകരമാക്കാൻ കഴിയും. വന്ദേ ഭാരത് കോഴിക്കോടേക്ക് എത്തുമ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്കും അത് പുതുജീവനേക്കും.